മനുഷ്യൻ ഭൂമിയിൽ ഇതുവരെ തുരന്നതിൽ വെച്ച് ഏറ്റവും ആഴമുള്ള കുഴി. മരിയാന ട്രഞ്ചിനേക്കാളും ആഴത്തിൽ, ഭൂമിയുടെ നെഞ്ചിലേക്ക് വെറും 9 ഇഞ്ച് വ്യാസത്തിൽ 12 കിലോമീറ്ററിലധികം താഴേക്ക് നീളുന്ന ഒരു ഇരുണ്ട തുരങ്കം. 1970-ൽ ഭൂമിയുടെ യഥാർത്ഥ അടിത്തട്ടിലേക്ക് തുരന്നെത്താൻ സോവിയറ്റ് യൂണിയൻ ആരംഭിച്ച അതീവ രഹസ്യശാസ്ത്ര ദൗത്യമായിരുന്നു ഇത്. വർഷങ്ങളോളം നീണ്ട കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അവർ ആ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് അടുത്തിരുന്നു. പക്ഷേ 12,262 മീറ്റർ ആഴത്തിലെത്തിയപ്പോൾ അവിടെ സംഭവിച്ചത് ശാസ്ത്രജ്ഞരെ പോലും ഞെട്ടിച്ചു. അസഹ്യമായ ചൂട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഉരുകിപ്പോയ അത്യാധുനിക ഉപകരണങ്ങൾ. അതിനേക്കാളും അപ്പുറം കോടിക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെടാത്ത ആ ഇരുണ്ട ലോകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ചില വിചിത്രമായ ശബ്ദങ്ങൾ പുറത്തുവന്നു. ആ ദുരൂഹ ശബ്ദങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ആ വമ്പൻ പദ്ധതി റഷ്യ പെട്ടെന്ന് അവസാനിപ്പിച്ചു. ആ ദ്വാരം എന്നേക്കുമായി വെൽഡ് ചെയ്ത് പൂട്ടിമുദ്രവെച്ചു. അതോടെ ഈ രഹസ്യദൗത്യം ലോകത്തെ ഭയപ്പെടുത്തിയ ഏറ്റവും വലിയ നിഗൂഢതയായി മാറി. യഥാർത്ഥത്തിൽ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിന്റെ അടിത്തട്ടിൽ എന്താണ് സംഭവിച്ചത്? ശാസ്ത്രജ്ഞരെ പോലും അമ്പരപ്പിച്ച ഭൂമിയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരുന്ന ആ യഥാർത്ഥ സത്യം എന്തായിരുന്നു? നമുക്ക് ആ രഹസ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കഥ തുടങ്ങുന്നത് 1960കളിലാണ്. ലോകമന്ന് ശീതയുദ്ധത്തിന്റെ പിടിയിലായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ എല്ലാ മേഖലയിലും കടുത്ത മത്സരമാണ്. ബഹിരാകാശത്തേക്ക് ആദ്യം ആരു മനുഷ്യനെ അയക്കുമെന്ന് സ്പേസ് റേസ് നമ്മളിൽ പലർക്കും അറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ നിശബ്ദമായി മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് ആദ്യം ആര് തുരന്നെത്തുമെന്ന് അണ്ടർഗ്രൗണ്ട് റേസ്. 1961-ൽ അമേരിക്കയാണ് ഇതിന് ആദ്യം തുടക്കമിട്ടത്. പ്രോജക്റ്റ് മോഹോൾ എന്ന പേരിൽ പാസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഭൂമിയുടെ ഉള്ളിലേക്ക് തുരക്കാൻ അവർ ശ്രമിച്ചു. കാരണം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭൂമിയുടെ പുറം തോടിന് കനം കുറവാണ്. എന്നാൽ സാങ്കേതിക തകരാറുകളും വൻ സാമ്പത്തിക ബാധ്യതയും കാരണം അമേരിക്കയ്ക്ക് ആ പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അമേരിക്ക പരാജയപ്പെട്ടിടത്ത് വിജയിക്കുക എന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു വാശിയായിരുന്നു. 1970 മെയ് 24-ന് റഷ്യയിലെ ആർട്ടിക് വട്ടത്തിനടുത്തുള്ള കോല ഉപദ്വീപിൽ അവർ തങ്ങളുടെ ചരിത്രപ്രധാനമായ ഖനനം ആരംഭിച്ചു. അവർ തിരഞ്ഞെടുത്തത് കടലല്ല, മറിച്ച് കട്ടിയുള്ള പാറകൾ നിറഞ്ഞ കഠിനമായ കരഭൂമിയായിരുന്നു. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഭൂമിയുടെ പുറംതോടും അതിന്റെ താഴെയുള്ള മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന മൊഹോറോവിസിക് ഡിസ്കണ്ടിന്യൂയിറ്റി വരെ തുരന്നെത്തുക. അതായത് ഏകദേശം 15,000 മീറ്റർ ആഴം. ഭൂമിയുടെ ചരിത്രം ഒളിഞ്ഞുകിടക്കുന്നത് ഈ പാറ പാളികളിലാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു അവസരമില്ല. ഈ വലിയ ലക്ഷ്യത്തിനായി സോവിയറ്റ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത് അക്കാലത്തെ ഏറ്റവും അത്യാധുനികമായ ഉറാൽ മാഷ് 15,000 എന്ന കൂറ്റൻ ഡ്രില്ലിംഗ് യന്ത്രമായിരുന്നു. തുടക്കത്തിലെല്ലാം വളരെ എളുപ്പമായിരുന്നു. ശാസ്ത്രജ്ഞർ വിചാരിച്ച വേഗതയിൽ തന്നെ യന്ത്രം ഭൂമിയുടെ ഉള്ളിലേക്ക് തുരന്നിറങ്ങി. എന്നാൽ 7 കിലോമീറ്റർ ആഴത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതുവരെ ശാസ്ത്രലോകം പാഠപുസ്തകങ്ങളിൽ എഴുതി വച്ചിരുന്ന പല തിയറികളും തെറ്റാണെന്ന് തെളിയിക്കുന്ന കണ്ടെത്തലുകളാണ് അവിടെ അവരെ കാത്തിരുന്നത്. അതുവരെ ഭൂമിശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഭൂമിയുടെ മുകൾ ഭാഗം ഗ്രാനൈറ്റ് പാറകളും അതിനു താഴെ ബസോൾട്ട് പാറകളുമാണെന്നായിരുന്നു. ഈ 2 പാളികൾക്കിടയിലുള്ള മാറ്റം കാരണം ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത മാറുന്നു എന്നവർ കരുതി. എന്നാൽ കോല ബോർഹോൾ 7 കിലോമീറ്റർ പിന്നിട്ടിട്ടും അവിടെ ബസോൾട്ട് പാറകളുടെ ഒരു ലെയർ പോലും കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞില്ല. പകരം കടുത്ത സമ്മർദ്ദവും ചൂടും കാരണം ഗ്രാനൈറ്റ് പാറകൾക്ക് തന്നെ ഘടനാപരമായ രൂപമാറ്റം സംഭവിച്ചതായിരുന്നു അത്. ഭൂകമ്പ തരംഗങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി
ഭൂമിയുടെ ഉള്ളിലെ പാളികളെക്കുറിച്ച് അക്കാലം വരെ ശാസ്ത്രലോകം ഉണ്ടാക്കി വെച്ചിരുന്ന പരമ്പരാഗത നിഗമനങ്ങളെ തിരുത്തിയെഴുതാൻ ഈ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചു. പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച രണ്ടാമത്തെ കണ്ടെത്തൽ മറ്റൊന്നായിരുന്നു. അത്രയും ആഴത്തിൽ കിലോമീറ്ററുകളോളം കട്ടിയുള്ള പാറകൾക്കടിയിൽ തിളച്ചുമറിയുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം അവർ കണ്ടെത്തി. അത്രയും വലിയ സമ്മർദ്ദവും ചൂടുമുള്ള സ്ഥലത്ത് എങ്ങനെ വെള്ളമുണ്ടാകും? ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടുപോയി. ഉപരിതലത്തിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിപ്പോയതല്ല അത്, മറിച്ച് ഭൂമിയുടെ ഉള്ളിലെ കടുത്ത പ്രഷർ കാരണം പാറകൾക്കുള്ളിലെ ഹൈഡ്രജനും ഓക്സിജനും വേർതിരിഞ്ഞുണ്ടായ കോസ്മിക് വാട്ടർ ആയിരുന്നു അത്. പാറകളുടെ കട്ടി കുറയ്ക്കാനും ഖനനം കൂടുതൽ ദുഷ്കരമാക്കാനും ഇത് കാരണമായി. അവിടെയും തീർന്നില്ല. 6 കിലോമീറ്റർ ആഴത്തിലുള്ള പാറകളുടെ സാമ്പിളുകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർക്ക് അതിൽ നിന്നും 200 കോടിയിലധികം വർഷം പഴക്കമുള്ള ഏകകോശ ജീവികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. അത്രയും ആഴത്തിൽ ഒരു ഓക്സിജനോ സൂര്യപ്രകാശമോ ഇല്ലാത്ത അവസ്ഥയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് അക്കാലത്ത് സയൻസ് ലോകത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത ഒന്നായിരുന്നു. 1989 ആയപ്പോഴേക്കും ഖനനം 12,262 മീറ്ററിലെത്തി നിൽക്കുകയാണ്. ശാസ്ത്രജ്ഞർ വളരെ ആവേശത്തിലായിരുന്നു. കാരണം അവരുടെ ലക്ഷ്യമായ 15,000 മീറ്ററിലേക്ക് ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. എന്നാൽ പ്രകൃതി മനുഷ്യന് മുന്നിൽ തന്റെ യഥാർത്ഥ പ്രതിരോധ കോട്ട ഉയർത്തുന്നത് ഇവിടെ മുതലാണ്. ഈ ഘട്ടത്തിലാണ് ഇന്റർനെറ്റിലെ ആ പ്രശസ്തമായ കഥ ജനിക്കുന്നത്. 12 കിലോമീറ്റർ താഴ്ചയിലേക്ക് ശാസ്ത്രജ്ഞർ അതീവ താപനിലയെ പ്രതിരോധിക്കുന്ന മൈക്രോഫോണുകൾ താഴ്ത്തിയെന്നും അതിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വേദന കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടുവെന്നും കഥകൾ പ്രചരിച്ചു. പിന്നീട് ഇന്റർനെറ്റിലും ചില മാധ്യമ റിപ്പോർട്ടുകളിലും നരകത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ എന്ന പേരിൽ ഈ കഥ വൈറലായി പടർന്നു പിടിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നിന്ന് മനുഷ്യരുടെ നിലവിളി ശബ്ദം കേട്ടു എന്നത് പിന്നീട് ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്ന ഒരു വെറും വ്യാജക്കഥ മാത്രമായിരുന്നു. ഹോളിവുഡ് ഹൊറർ സിനിമകളിലെയും മറ്റ് ഓഡിയോ എഫക്റ്റുകളിലെയും ശബ്ദങ്ങൾ മിക്സ് ചെയ്താണ് ആ ഭയപ്പെടുത്തുന്ന റെക്കോർഡിംഗ് നിർമ്മിച്ചതെന്ന് പിന്നീട് നിരവധി അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും സൂചിപ്പിച്ചു. എന്നാൽ ശാസ്ത്രജ്ഞർ അവിടെ ചില വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നത് പൂർണ്ണമായും സത്യമാണ്. കിലോമീറ്ററുകൾക്ക് താഴെ കടുത്ത സമ്മർദ്ദം കാരണം പാറകൾ പൊട്ടിച്ചിതറുന്നതിൻ്റെയും കൂറ്റൻ ഡ്രില്ലിംഗ് യന്ത്രങ്ങൾ ഭൂമിയുടെ അടിത്തട്ടിൽ ഉരസുന്നതിൻ്റെയും വന്യമായ ശബ്ദങ്ങൾ ആ ചെറിയ ഇരുമ്പുകുഴിക്കുള്ളിലൂടെ പ്രതിധ്വനിച്ചപ്പോൾ അതൊരു ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ റഷ്യക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഈ വമ്പൻ പ്രോജക്റ്റ് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം ഈ ശബ്ദങ്ങളായിരുന്നില്ല. മറിച്ച് അവിടെ ശാസ്ത്രജ്ഞരെ കാത്തിരുന്ന യഥാർത്ഥ വില്ലൻ അവിടുത്തെ അത്യന്തം ഭീകരമായ താപനില ആയിരുന്നു. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം 12 കിലോമീറ്റർ ആഴത്തിൽ പരമാവധി 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമേ ഉണ്ടാകൂ എന്നായിരുന്നു. എന്നാൽ അവിടെ അനുഭവപ്പെട്ടത് പ്രതീക്ഷിച്ചതിലും ഇരട്ടി, അതായത് 180 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. ഈ കടുത്ത ചൂടിൽ ഡ്രില്ലിംഗ് മെഷീന്റെ അറ്റത്തുള്ള കട്ടിയുള്ള ഡയമണ്ട് ബിറ്റുകൾ ഉരുകാൻ തുടങ്ങി. അതിനേക്കാൾ വിചിത്രമായ കാര്യം, അത്രയും വലിയ ചൂടും പ്രഷറും കാരണം അവിടുത്തെ പാറകൾ കട്ടിയുള്ള അവസ്ഥയിലായിരുന്നില്ല. പകരം ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ചൂടുള്ള ച്യൂയിംഗം പോലെ ഉരുകിയ അവസ്ഥയിലായിരുന്നു. മെഷീൻ ഉപയോഗിച്ചൊരു ദ്വാരമുണ്ടാക്കി ഡ്രിൽ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ ദ്വാരം ഉരുകിയ പാറകൾ വന്ന് സ്വയം അടഞ്ഞു പോവുകയായിരുന്നു. മെഷീൻ അടിക്കടി കേടാവുകയും താഴെ കുടുങ്ങിപ്പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനൊപ്പം തന്നെ 1991 സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി ഇല്ലാതാവുകയും രാജ്യം വിഭജിക്കപ്പെടുകയും ചെയ്തു. പ്രോജക്റ്റിന് നൽകാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ പണമില്ലാതായി. ഒടുവിൽ 1992 ശാസ്ത്രത്തിന് മുന്നിൽ പ്രകൃതി വെച്ച ആ കനത്ത ചൂടിന് മുൻപിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് റഷ്യ ആ പരീക്ഷണം എന്നേക്കുമായി നിർത്തിവെച്ചു. ഇന്ന് ആ വലിയ കെട്ടിടം ഒരു പ്രേതാലയം പോലെ തകർന്നു കിടക്കുകയാണ്. ആളുകൾ അതിനെ നരകത്തിലേക്കുള്ള വാതിൽ, ഗേറ്റ് ടു ഹെൽ എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ വലിയ പരീക്ഷണത്തിന്റെ യഥാർത്ഥ പരാജയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. നമ്മൾ വിചാരിക്കുന്നത്
20 വർഷം കൊണ്ട് 12 കിലോമീറ്റർ തുരുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നാണ്. ഒരു പരിധിവരെ അത് വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ആകെ ദൂരം എത്രയാണെന്നറിയാമോ? ഏകദേശം 6371 കിലോമീറ്ററാണ്. അതായത് റഷ്യക്കാർ 20 വർഷം കൊണ്ട് രാത്രിയും പകലും അധ്വാനിച്ചു തുരന്നത് ഭൂമിയുടെ ആകെ വലിപ്പത്തിന്റെ വെറും 0.19% മാത്രമാണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ ആപ്പിളിന്റെ തൊലിപ്പുറത്ത് ഒരു ചെറിയ സൂചി കൊണ്ട് ഒരു പോറലുണ്ടാക്കിയാൽ എത്രത്തോളം ഉണ്ടാകുമോ അത്രമാത്രമാണ് മനുഷ്യൻ ഭൂമിയുടെ ഉള്ളിലേക്ക് തുരന്നിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രകൃതിയെ കീഴടക്കി കഴിഞ്ഞു എന്നാണ്. എന്നാൽ സ്വന്തം വീടായ ഭൂമിയുടെ ഉള്ളിലേക്ക് പോലും പൂർണ്ണമായൊന്ന് നോക്കാൻ നമ്മുടെ അത്യാധുനിക സാങ്കേതികവിദ്യയ്ക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും പ്രകൃതി എപ്പോഴും മനുഷ്യന് ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും റഷ്യയിലെ ആ മഞ്ഞുപാടത്ത് വെൽഡ് ചെയ്ത് അടച്ചിട്ടിരിക്കുന്ന 9 ഇഞ്ച് ഇരുമ്പ് മൂടി. ഈ നിഗൂഢമായ ശാസ്ത്ര പരീക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.